ഹേയ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അതാ വീട്ടിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇത് 1 2 3 ദിവസത്തെ വീഡിയോസ് എല്ലാം ഉണ്ട് കേട്ടോ. രാവിലെ തന്നെ വീഡിയോ എടുക്കാനായിട്ട് വീഡിയോ ഒക്കെ ഓണാക്കി എടുക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീഡിയോ എടുക്കാൻ മറക്കോട്ടെ. പിന്നെ വൈകുന്നേരം ആവുമ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ എണീച്ച് പല്ലൊക്കെ തേച്ചിട്ട് അടുക്കളയിലേക്കാണ് കേട്ടോ നേരെ പോകുന്നത്. അങ്ങനെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ ഇഡ്ഡലിയും സാമ്പാറായിരുന്നു. ഇത് ഞാൻ വീട്ടിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അങ്ങനെ ദാ വീട്ടിൽ വരുമ്പോൾ എന്താണെന്നറിയില്ല കേട്ടോ, ഭയങ്കര വിശപ്പാണ്. അപ്പോൾ അത് ഇഡ്ഡലിയും സാമ്പാറെല്ലാം കഴിച്ചു. പിന്നെ എനിക്ക് എന്താണെന്ന് ഓർമ്മയില്ല കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുമടന്ന് എന്താ വെള്ളം കലക്കാണ്. അതിൻ്റെ ഇടയിൽ രാവിലെ ഇക്കാക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഓഫീസിൽ പോണതിന് മുന്നേ. പാച്ചനെ കണ്ടിട്ട് കുഞ്ഞിപ്പെണ്ണിത് ഭയങ്കര കരച്ചിലാണ്. മൂത്താപ്പനെ കേട്ടോ ഭയങ്കര ഇഷ്ടം. അങ്ങനെ രാവിലത്തെ അംഗം കഴിഞ്ഞ് പിന്നെ ഉച്ചയായത് പിള്ളേരൊക്കെ കിടത്തി ഉറക്കിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അതാണ് ഒരു മുരിങ്ങയില തോരൻ കഴിക്കാനായിട്ട് കൊതിയായത്. അപ്പോൾ കുഞ്ഞുമ്മാൻ്റെ അടുത്തും പറഞ്ഞാൽ നമുക്ക് മുരിങ്ങയില പറിച്ചിട്ട് അത് പരിപ്പിട്ട് നമുക്ക് ഒലത്താന്ന് വിചാരിച്ചിട്ട് മുരിങ്ങയില പറിക്കേണ്ടതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ കുറച്ച് ക്ലിപ്സ് ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ 1 2 3 ദിവസത്തെ വീഡിയോസ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് എന്താ പറയേണ്ടത്, എങ്ങനെ പറയേണ്ടതെന്നൊന്നും അറിയില്ല കേട്ടോ. വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോസ് എടുക്കാനും ഒന്നിനും നമുക്ക് തോന്നില്ല, കാരണം വർത്തമാനം പറഞ്ഞാൽ തീരില്ല കേട്ടോ. അപ്പോൾ എന്താണ് ഓരോന്ന് ആയിട്ട് നമ്മളിങ്ങനെ ബിസി ആയിട്ട് പോകും. പിള്ളേരുടെ പുറകെ നടപ്പ് അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഈ കടയിൽ നിന്ന് ഒരേന്ന് വാങ്ങി കഴിക്കലാണ് വീട്ടിൽ വന്നിട്ടുള്ള മെയിൻ പണി. അത് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് ഊരി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുരിങ്ങയില തോരൻ വെക്കാൻ വേണ്ടി എടുത്തപ്പോൾ അത് അടിച്ച് തലയിലും കൂടി തേക്കാണേ. കുഞ്ഞുമാടെ മോളാണ് കേട്ടോ തേച്ച് തരണത്. എന്ത് പറഞ്ഞാലും അവൾ കേൾക്കും കേട്ടോ. പിന്നെ ഉച്ചക്കുള്ള കറിയാണ് കേട്ടോ, ചെമ്മീൻ വറുത്തരിച്ചത്, സാമ്പാർ, പപ്പടം, പിന്നെ നമ്മൾ മുരിങ്ങയിലയുടെ തോരൻ. അതെല്ലാം കഴിച്ചിട്ട് വീണ്ടും ഷെഫീർക്കാക്ക് വന്നപ്പോൾ ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. പിന്നെ അതും ഇരുന്ന് കഴിച്ച് അത് കഴിഞ്ഞുള്ള വീഡിയോസ് എല്ലാം ഞാൻ എടുക്കാൻ മറന്നു പോയിട്ടോ. ഇത് പിറ്റേ ദിവസം മോർണിംഗ് ആണ്. രാവിലെ എണീറ്റപ്പോൾ തന്നെ എന്തോ ചായ കുടിക്കാനായിട്ട് വല്ലാത്തൊരു പൂതി. അപ്പോൾ പതിവില്ലാത്ത ശീലങ്ങളാണ് കേട്ടോ ചായയൊക്കെ കുടിക്കൽ. അങ്ങനെ ചായ കുടിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു വിശപ്പായിട്ട് ബ്രെഡ് മുക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ അടുക്കളയിൽ ഇരുന്നിട്ട് ഇതുപോലെ ചായയൊക്കെ കുടിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. പിന്നെ ഉള്ള എല്ലാ വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. ഇതൊരു വൈകുന്നേരം ടൈം ഞങ്ങൾ കടയിൽ പോകുന്ന ഒരു സമയമാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇപ്പം ഇന്ന് കുഞ്ഞുമ്മ പോയി, കുഞ്ഞമ്മയും അച്ഛനും വീട്ടിലേക്ക് പോയിട്ടോ. ഞായറാഴ്ച അവർക്കൊരു കല്യാണമുണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഉമ്മച്ചിക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുമ്മയുടെ ഡ്രസ്സൊക്കെ അവിടെ ആയതുകൊണ്ടിട്ട് കുഞ്ഞുമ്മിക്കാക്ക വന്ന് വിളിച്ചപ്പോൾ പോയിട്ടോ. ഞങ്ങളതാ പിള്ളേരെല്ലാം പിറക്കിയിട്ട് കടയിലേക്ക് പോവാണ്. വന്നിട്ട് ഞാൻ കടയിലേക്കൊന്നും ഇതുവരെയും പോയിട്ടില്ല കേട്ടോ. പിള്ളേരാണ് കടയിൽ പോയി സാധനങ്ങൾ മിഠായിയൊക്കെ മേടിച്ചിട്ട് വരണത്. അങ്ങനത്തെ കടേൻ്റെ ഫ്രണ്ടിൽ ഉപ്പിലിട്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് പൈനാപ്പിൾ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് കേട്ടോ. പിന്നെ കുപ്പിയിലിട്ട് കണ്ടപ്പോൾ എന്തോ കഴിക്കാനായിട്ടൊരു കൊതി തോന്നി. പക്ഷേ 1 2 കടി അടിച്ചിട്ട് പിന്നെ ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ടോ. പിന്നെ ചെയ്തൊരു അബദ്ധമാണ്, പിള്ളേർക്ക് മേടിച്ച ലേസ് ഞാനും ചിഞ്ചും കഴിച്ചു ഫുള്ളും തീർത്ത് കഴിഞ്ഞപ്പോൾ പിള്ളേരൊരു കരച്ചിൽ തുടങ്ങിയിട്ടോ. പിന്നെയും അവൾ രണ്ടാമത് ലേസ് മേടിക്കാനായിട്ട് ഓടിയിട്ടുണ്ട് കേട്ടോ. നിതാപ്പിക്കൊക്കെ ഛർദിലും വയറ്റിളക്കൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം ഫുഡൊക്കെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിച്ചിട്ട് ആകെ ഛർദിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒന്ന് മാറി വന്നപ്പോൾ നിതാതെ ഓട്ടവും ചാട്ടവും പിന്നെയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് ഇത്ര ദിവസം വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ മേടിച്ച സ്ഥലത്തേക്കൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ മേടിച്ചിട്ട സ്ഥലമാണ് ഇത്. അപ്പോൾ 4 സൈഡ് മതിലൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ ഗേറ്റ് വെക്കാനുണ്ട്, മതിൽ കുറച്ചും കൂടി കെട്ടാനുണ്ട്, മണ്ണൊക്കെ നികത്താനുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം വീട്ടിൽ വന്നിട്ട് ഇന്നാണ് സ്ഥലം കാണാൻ വേണ്ടി വന്നത്. ഇപ്പം നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ സ്ഥലം. നമ്മുടെ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ സ്ഥലം നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അങ്ങനെ സ്ഥലം എല്ലാം കണ്ട് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ഷെഫീർക്കാക്ക അൽഫാമും ഷവർമയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഇതാക്കാൻ കേട്ടോ അൽഫാം, ബാക്കി എല്ലാവർക്കും ഷവർമ മതി എന്ന് പറഞ്ഞിട്ട്